ഇവിടെ ഇടവണ്ണപ്പാറക്കടുത്ത് കൊന്നാര് മഹലിലേക്ക് ബീരാനല്ലി പാപ്പാനെ കൊണ്ടുവന്ന് ഇടക്കിടക്ക് ബീരാനല്ലി പാപ്പ വരും അവിടെ. പഴയ കാലത്ത് പണ്ട് 19 കൊല്ലം മുമ്പുള്ള കഥ എൻ്റെ വല്യപ്പനെ പഠിപ്പിച്ച കഥ പറഞ്ഞുതരാം. കൊന്നാര് പള്ളിയിൽ വരുമായിരുന്നത്രേ ബീരാനല്ലി പാപ്പ. അപ്പം അവിടെ റബീഉൽ അവ്വൽ 1 അക്കാലത്ത് മൗലിദും ചീരണിയൊക്കെ ഉണ്ടാവും. ബീരാനല്ലി പാപ്പ അങ്ങനെ കയറി വന്നപ്പോൾ പിന്നെ എന്ത് ചെയ്ത് മൊല്ലാക്ക പറഞ്ഞ തമാശയിൽ ഇന്നിപ്പോ വൈകുന്നേരത്തെ മൗലൂദിന്റെ ചീരണി ഔലിയാപ്പാപ്പാന്റെ വകയായിക്കോട്ടെയാകും. അങ്ങനെ ഔലിയാപ്പാപ്പ ആയിക്കോട്ടെ എന്നാ എൻ്റെ വകയായിക്കോട്ടെയാകും. അങ്ങനെ പിന്നെ അസർ കഴിഞ്ഞു. സാധനം ഔല് കുഴച്ചിട്ട് ഔലും ഉള്ളിയും ശർക്കരയും വാങ്ങി അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ച് കുഴച്ചിട്ട് മൗലിദ് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കും. അതാ ചെയ്യാറുള്ളത്. അങ്ങനെ 4 മണി കഴിഞ്ഞു. ഔലിയാപ്പാപ്പ പൈസ എടുത്ത് കൊടുക്കുന്നില്ല. മുല്ലാക്ക ഇടക്കിടക്ക് ചോദിക്കും, അല്ല ഔലിയാപ്പാപ്പ ചീരണി വാങ്ങണ്ടേ? 4 മണിയായി, 5 മണിയായി, 6 മണി. മഗ്‌രിബിന്റെ ബാങ്കിന് അടുത്തായപ്പോഴും മുല്ലാക്കനോട് ചോദിച്ചാൽ, അല്ല ഔലിയാപ്പാപ്പ മനുഷ്യന്മാര് വരും ചീരണി വാങ്ങണ്ടേ? അപ്പൊ ആ കാഞ്ഞത്തിന്റെ ചോട്ടിൽ അങ്ങനെ പോയി നോക്കിയിട്ട് 1-2 ഇലാണ് മാറ്റിയാൽ അവിടുന്ന് ഒരു 10 നോട്ടിന്റെ എടുത്തോ, നേരെ എടുക്കരുത് എന്നാണ്. ആ കാഞ്ഞത്തിന്റെ ചോട്ടിൽ പോയിട്ട് ഒരു 10 നോട്ട് അവിടെ നിന്ന് എടുത്തോന്നോ. അങ്ങനെ മൊല്ലാക്ക ചെന്ന് 1-2 ഇലാണ് മാറ്റി നോക്കുമ്പോൾ 10ന്റെ കെട്ട് 50 കൊല്ലം മുമ്പുള്ള 10ന്റെ കെട്ടുകൊണ്ട് 1 കെട്ടുകൊണ്ട് 1 ഏക്കർ ഭൂമി കിട്ടും. അക്കാലത്ത് മൊല്ലാക്ക ഇങ്ങനെ കാണാണ്. എന്ത് മനസ്സിലായില്ലേ? പഴയ ബ്രിട്ടീഷ് രാജാവിന്റെ തലയെക്കെട്ടുള്ള വലിയ 10ന്റെ നോട്ട് ഇങ്ങനെ കെട്ടായിക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്നെടുത്താൽ മതി, ഏറെ എടുക്കരുത്. ഇയാള് ഒന്നെടുത്ത് ഏറെ പോന്ന് അതിന് ഒരു ചാക്ക് ഔലും ഉള്ളിയൊക്കെ വാങ്ങി വലിയ ആമോദായി. ഒരാഴ്ചക്കുള്ള ചീരണി ഇനി വേണ്ട. കാരണം അതിന് മാത്രം ഔലും ശർക്കരയൊക്കെ വാങ്ങാനുള്ള പൈസ ആര് തന്ന്? ഔലിയാപ്പാപ്പ തന്നെ. മഗ്‌രിബൊക്കെ കഴിഞ്ഞ് മൗലിദോടി കുട്ടികളെ മൗലിദൊക്കെ കഴിഞ്ഞ് വിട്ട് പള്ളിന്റെ ഒരു മൂലക്കൽ ഔലിയാപ്പാപ്പ കൂടി മൊല്ലാക്ക പള്ളി പോയിട്ടും പരി പോയിട്ടും മൊല്ലാക്ക ഉറക്കം വന്നില്ല. മനസ്സിലായില്ല? എന്ത് ബാക്കി കായത്ര കിടക്കുന്നു. അങ്ങനെ മൊല്ലാക്ക അങ്ങനെ വന്ന് മെല്ലെ അങ്ങനെ വന്നിട്ട് കാഞ്ഞരത്തിന്റെ കൂട്ടക്ക് മെല്ലെ വന്ന് ഇല അങ്ങോട്ട് മാറിയതോട് കൂടെ ഇത്ര ആഴത്തിലാണ് പോയി റൗസ്. മനസ്സിലായില്ല? റൗസിന്റെ മാന പറഞ്ഞ അപ്പങ്ങളെ ഒതു മുറിയും. കക്കൂസിന്റെ അടിയിലുള്ള സാധനം തീട്ടത്തിലുണ്ട് പെരണ്ട് മൊല്ലാക്കാന്റെ കൈ. മൊല്ലാക്ക ഒറ്റക്ക് ചെന്ന് നോക്കുമ്പോൾ നിറച്ച് കാഷ്ടം, പെരുമ്പാമ്പിന്റെ ഊത്ത്. പാഞ്ഞിട്ട് തടി കിട്ടിയാൽ മതിയായി ആർക്ക്? മൊല്ലാക്കാക്ക്. ഇത് മഗ്‌രിബിന്റെ മുമ്പ് 10 നോട്ടായിരുന്നു. ഇത് കൊന്നാര് പോയി അന്വേഷിക്ക്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബിന് എന്തു പറഞ്ഞാലും നിഷേധിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരോട് വളർത്താനല്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇതോടെ സത്യമായ ചരിത്രമാണ്. ഇതെന്ന് അനുഭവിച്ച ആളുകളെ പഴമക്കാരെ ബാക്കി ഇന്നും കൊന്നാര് ജീവിച്ചിരിപ്പുണ്ട്. ചിന്തിക്ക. എന്തുകൊണ്ട്? അവർക്കത് പ്രശ്നമില്ല. അവർക്ക് 10 നോട്ടും 100 നോട്ടൊക്കെ കഴിയും.